ഇൻസുലിൻ നിഷേധിച്ച് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ വെച്ച് കൊല്ലാൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന് ആം ആദ്മി പാർട്ടി. ബിജെപിയുടെ നിർദ്ദേശപ്രകാരമാണ് നീക്കമെന്ന് ഡൽഹി മന്ത്രി അതിഷി ആരോപിച്ചു. അറസ്റ്റിലാകുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ഇൻസുലിൻ സ്വീകരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ നിർത്തിയെന്നാണ് തിഹാർ ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, ഇതാദ്യമല്ല ഇത്തരത്തിലെ ആരോപണം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്താണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ആരോപണം? ഉന്മേഷ്, അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസത്തെ തുടർന്ന് അദ്ദേഹത്തിന് മരുന്നും ഇൻസുലിനും ഉൾപ്പെടെ നിഷേധിക്കപ്പെടുന്നു എന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. ഇത് വീണ്ടും സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും തമ്മിലുള്ള ഒരു സംഘർഷത്തിന് കൂടി വഴിവെച്ചിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി ബിജെപിയുടെ നിർദ്ദേശമനുസരിച്ച് കെജ്രിവാളിനെ കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന തിഹാർ ജയിൽ അധികൃതരോട് അദ്ദേഹത്തിന്റെ മരുന്നുകൾ, ഇൻസുലിൻ നൽകുന്നുണ്ടോ, ഭക്ഷണക്രമം അടക്കമുള്ള വിവരങ്ങൾ റിപ്പോർട്ടായി ആവശ്യപ്പെടുകയായിരുന്നു. ഈ റിപ്പോർട്ടിലാണ് കെജ്രിവാൾ ജയിലിലാകുന്നതിന് മാസങ്ങൾ മുമ്പ് തന്നെ ഇൻസുലിൻ സ്വീകരിക്കുന്നത് നിർത്തിയിരുന്നുവെന്നും അദ്ദേഹത്തിന് ഇൻസുലിൻ സ്വീകരിക്കേണ്ട ആവശ്യം നിലവിലില്ല എന്നും അദ്ദേഹം ഗുളികകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്നും വ്യക്തമാക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നു പിന്നാലെയാണ് ആം ആദ്മി പാർട്ടി വീണ്ടും ഈ ആരോപണം കടുപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ തന്നെ ബിജെപിയുടെ ഗൂഢാലോചന വ്യക്തമായി എന്നും ബിജെപിയുടെ നിർദ്ദേശമനുസരിച്ച് കെജ്രിവാളിനെ ഇൻസുലിൻ നിഷേധിച്ചുകൊണ്ട് ജയിലിൽ വെച്ച് കൊലപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുമാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. കെജ്രിവാൾ അറസ്റ്റ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ, അതായത് ഫെബ്രുവരിയിൽ വരെ ഇൻസുലിൻ ഉപയോഗിച്ചിരുന്നുവെന്നും അദ്ദേഹം കഴിഞ്ഞ 12 വർഷമായി ഇൻസുലിൻ സ്വീകരിക്കുന്നുണ്ട് എന്നുമാണ് ആം ആദ്മി പാർട്ടി വിശദീകരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെല്ലാം തന്നെ ഇതേ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.